നോക്കിക്കോളൂ. അപ്പൊ നമ്മുടെ 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠമായ ഈക്വൽ ട്രയാങ്കിൾസിലെ ഒരു ക്ലാസ് കഴിഞ്ഞു. ആ ക്ലാസ്സിൽ നമ്മൾ ജോമെട്രിയുടെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് എവിടം വരെ എത്തി? ജോമെട്രിക്കൽ ഫിഗർ വരെ എത്തി. എവിടം വരെ എത്തി? അപ്പൊ അതിനകത്തില് ഒരാളിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ പറയുമ്പോൾ മാത്രം നോട്ട് നോക്കിയതാണ്. ഈ പാഠത്തിന്റെ പേരെന്തോ? ഈക്വൽ ട്രയാങ്കിൾസ്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ട്രയാങ്കിളിനെ കുറിച്ചാണ്. ആരെ കുറിച്ചാണ്? ട്രയാങ്കിളിന് മലയാളത്തിൽ എന്താ പറയുന്നത് അറിയാമോ? ത്രികോണം എന്ന് പറയും. എന്ത് പറയും? ത്രികോണം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം പറഞ്ഞാൽ എന്താണ് ട്രയാങ്കിൾ, ത്രികോണം എന്ന് പറഞ്ഞാൽ? 3 സൈഡും 3 ആംഗിളുമുള്ള ക്ലോസ്ഡ് ജോമെട്രിക്കൽ ഫിഗറിന് പറയുന്ന പേരാണ് ട്രയാങ്കിൾ. ഒന്നുകൂടെ, എത്ര സൈഡ് ഉണ്ട്? 3 സൈഡ്. എത്ര ആംഗിൾ ഉണ്ട്? 3 ആംഗിൾ ഉള്ള ക്ലോസ്ഡ് ജോമെട്രിക്കൽ ഫിഗർ. ക്ലോസ്ഡ് എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ക്ലാസ് റൂം ഓപ്പണാ, അങ്ങനെ നമ്മൾ വാഴ തുറന്നിട്ടേക്കോ, ഇതങ്ങോട്ട് അടച്ചാൽ ക്ലോസ്ഡ്. അപ്പൊ അടഞ്ഞ രൂപമാണ് എന്തെന്ന് പറയുന്നത്? ട്രയാങ്കിൾ. ബോർഡിലേക്ക് നോക്കാം. ഞാൻ ഒരു ട്രയാങ്കിൾ റഫായിട്ട് വരയ്ക്കുന്നു. ഈ ട്രയാങ്കിളിന് ഞാൻ ABC എന്ന് പേര് കൊടുക്കുന്നു. എന്ത് പേര് കൊടുക്കുന്നു? ABC. ഈ ട്രയാങ്കിളിന്റെ സൈഡുകൾ ഏതൊക്കെയാണ്? ഈ ട്രയാങ്കിളിന്റെ സൈഡുകൾ, വശങ്ങൾ ഏതൊക്കെയാണ്? ഒരു വശത്തിന്റെ പേര് AB, A തൊട്ട് B വരെയുള്ള വശം. രണ്ടാമത്തെ സൈഡ് B തൊട്ട് C വരെയുള്ള വശമായ BC. അടുത്തത് CA, C തൊട്ട് A വരെയുള്ള വശമായ CA. ട്രയാങ്കിളിന്റെ 3 സൈഡ് ഇവിടെ കിട്ടിയോ? ഏതൊക്കെയാ ട്രയാങ്കിളിന്റെ 3 സൈഡ്? AB, BC, C. ഇനി ഈ ട്രയാങ്കിളിന് എത്ര ആംഗിൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു? 3 ആംഗിൾസ്. ഏതൊക്കെയാണ് 3 ആംഗിൾ? ഒന്ന് വേണ്ട ഈ ആംഗിൾ, ഇതിന്റെ പേര് ആംഗിൾ A. ആംഗിൾ A എന്ന് ഇങ്ങനെ എഴുതുന്നത് ആംഗിൾ A. രണ്ടാമത്തെ ആംഗിൾ ആംഗിൾ B. മൂന്നാമത്തെ ആംഗിൾ ആംഗിൾ. അപ്പോ ഒരു ട്രയാങ്കിൾ എത്ര സൈഡ് ഉണ്ട്? 3 സൈഡ് ഉണ്ട്. എത്ര ആംഗിൾ ഉണ്ട്? 3 ആംഗിളും ഉണ്ട്. നോട്ട് നോക്കിക്കേ. എ ട്രയാങ്കിൾ ഈസ് എ ക്ലോസ്ഡ് പോളിഗൺ. ഇനി പഠിക്കാൻ പോകുന്ന പാഠത്തിന്റെ പേരാണ് പോളിഗൺ. കേട്ടോ, പോളിഗൺ വിത്ത്, അവിടെ വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എഴുതി ഇടണം, 3 സൈഡ്സ് ആൻഡ് 3 എന്നുണ്ടോ? ഉണ്ട്. 3 സൈഡ്സ് ആൻഡ് 3 സൈഡ്സ് ആൻഡ് 3 ആംഗിൾസ്. ഫിഗർ കാണാൻ പറ്റുന്നുണ്ടോ? ഫിഗർ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഫിഗറിന്റെ താഴെ സൈഡ്സിന്റെയും ആംഗിൾസിന്റെയും പേര് കൊടുത്തേക്കുന്നുണ്ടോ? ഓക്കെ ആണല്ലോ. ഓൾ സ്റ്റാൻഡപ്പ് ഒന്ന് വായിച്ചു നോക്കി. വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. ഓക്കെ, എന്താണ് അടുത്ത ഹെഡിങ് എഴുതിയിട്ടേക്കുന്നത്? ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രയാങ്കിൾസ്. സ്പെല്ലിങ് CLASSIFICATION. എന്തോ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ തരംതിരിക്കാം. ആരെ? ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രയാങ്കിൾസ്. ട്രയാങ്കിളിനെ തരംതിരിക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ പോകും. അടുത്ത ഹെഡിങ് എന്തോ എഴുതിയിട്ടേക്കുന്നത്? അടുത്ത ഹെഡിങ് ഓൺ ദ ബേസിസ് ഓഫ് സൈഡ്സ്. ഓൺ ദ ബേസിസ് ഓഫ്, സൈഡിനെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ സൈഡിന്റെ മെഷർമെന്റ് വെച്ച്, ഇനി എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം, മെഷർമെന്റ് വെച്ച് നമ്മൾ ട്രയാങ്കിളുകളെ തരംതിരിക്കാൻ പോകും. ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, ഒന്നുകൂടെ ഓർമ്മ പുതുക്കുന്നു എന്നേ ഉള്ളൂ. ഇതൊക്കെ അറിഞ്ഞാലേ നമുക്ക് ഈ പാഠം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വിശദമായിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഒന്നാമത്തെ പേരാണ് EQUILATERAL. ഇങ്ങനെ വായിക്കും, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇത് വിളിക്കുന്നു. ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ മലയാളം സമഭുജ ത്രികോണം എന്നാണ്. ആ മലയാളം വാക്കി കിടപ്പുണ്ട് എല്ലാ അർത്ഥം. സമഭുജം എന്ന് വെച്ചാൽ
സമഭുജം. ഭുജം എന്ന് വെച്ചാൽ കൈ എന്നാണ് അർത്ഥം. ട്രയാങ്കിളിനെ സംബന്ധിച്ച്, ത്രികോണത്തിനെ സംബന്ധിച്ച് കൈ എന്ന് പറയുന്നത് എന്തുവാ? അതിന്റെ സൈഡാണ്, അതിന്റെ വശമാണ്. അപ്പൊ സമഭുജം എന്ന് വെച്ചാൽ, സമഭുജം എന്ന് വെച്ചാൽ എല്ലാ വശത്തിന്റെയും നീളം എങ്ങനാകുന്നു? ഈക്വൽ ആകുന്നു. എല്ലാ വശത്തിന്റെ നീളം എങ്ങനാകുന്നു? ഈക്വൽ ആകുന്നു. എല്ലാ വശത്തിന്റെ നീളം എങ്ങനാകുന്നു? ബോർഡിലേക്ക് നോക്കാം. ഞാനൊരു ട്രയാങ്കിൾ ഒന്ന് റഫായിട്ട് വരയ്ക്കണം. ഈ ട്രയാങ്കിളിന് നമ്മള് ABC എന്ന് പേര് കൊടുക്കുന്നു. എന്ത് പേര് കൊടുക്കുന്നു? പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം, ABC എന്ന് പേര് കൊടുക്കും. ഈ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആകണമെങ്കിൽ? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആകണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ AB ഈക്വൽ BC ഈക്വൽ AC ആയിരിക്കണം. എന്ന് വെച്ചാൽ അർത്ഥം, എന്ന് വെച്ചാൽ അർത്ഥം AB-യുടെ നീളവും BC-യുടെ നീളവും AC-യുടെ നീളവും എങ്ങനെയായിരിക്കണം? എങ്ങനെയായിരിക്കണം? ഫോർ എക്സാമ്പിൾ, ഇത് 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് രണ്ടും എത്ര സെന്റിമീറ്റർ ആയിരിക്കണം? ഇത് 6 ആണെങ്കിൽ ഇത് രണ്ടും 6 ആയിരിക്കണം. ഇത് 10 ആണെങ്കിൽ, അപ്പൊ എല്ലാ വശത്തിന്റെയും നീളം എങ്ങനെയായിരിക്കണം? ഈക്വൽ ആയിരിക്കും. ഇത് കൂടാതെ ഇവരുടെ ആംഗിളുകളെ കുറിച്ചും കോണുകളെ കുറിച്ചും നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാമോ ഇതിന്റെ ആംഗിളിനെ കുറിച്ച്? ഇക്വലാറ്റർ ട്രയാംഗിളിന്റെ ആംഗിളിനെ കുറിച്ച്? ഇല്ല. ഇതിന്റെ ആംഗിളുകൾ ഓരോന്നും 60 ഡിഗ്രി വെച്ചായിരിക്കും. എത്ര ഡിഗ്രി വെച്ചായിരിക്കും? ഇക്വലാറ്റർ ട്രയാംഗിളിന്റെ 3 സൈഡ് മാത്രമല്ല ഈക്വൽ, സമഭുജ ത്രികോണത്തിന്റെ 3 വശം മാത്രമല്ല തുല്യം. പിന്നെയോ അതിന്റെ 3 ആംഗിളുകളും 3 കോണുകളും എങ്ങനെയാണ്? തുല്യമാണ്. അപ്പോൾ അവർ ഓരോരുത്തരും എത്ര വരും? 60. 60 വീതമുള്ള 3 60 കൂട്ടുമ്പോഴല്ലേ 180 കിട്ടുന്നത്. ഈ 180 ആരാ? ഇക്വലാറ്റർ ട്രയാംഗിളിന്റെ 180 ആരാ? 7ാം ക്ലാസ് പഠിച്ചതാ. ഒരു ട്രയാങ്കിളിന്റെ, ഒരു ത്രികോണത്തിന്റെ 3 കോണും 3 ആംഗിളൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? 180 വരണം. ഒരു ട്രയാങ്കിളിന്റെ, ഒരു ത്രികോണത്തിന്റെ 3 കോണും 3 ആംഗിളൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180 വരണം. അപ്പൊ ഒന്നുകൂടെ, എന്താണ് ഇക്വലാറ്റർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ അർത്ഥം? ആ ട്രയാങ്കിളിന്റെ 3 സൈഡുകളും എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതിന്റെ 3 ആംഗിൾസ് എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓരോ ആംഗിളും എത്ര ഡിഗ്രി വെച്ചായിരിക്കും? ഒന്നുകൂടെ പറയുന്നു, ഇക്വലാറ്റർ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ 3 സൈഡും 3 വശവും തുല്യമാണ്. അടുത്തത്, അതിന്റെ 3 ആംഗിളുകളും 3 കോണുകളും തുല്യമാണ്. ഓരോരുത്തരും എത്ര വെച്ച്? 60 വെച്ച്. ഓൾ സ്റ്റാൻഡപ്പ് ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. ഇനി സൈഡ് വെച്ചിട്ട് ട്രയാങ്കിളിനകത്തിലെ രണ്ടാമത്തെ ആളിന്റെ പേര് അത് നിങ്ങൾ പഠിച്ചോളൂ. എന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾ. എന്താണ്? നോക്കിക്കോളൂ. രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ പേരെന്തുവാ? ISOSCELES. എന്താ വായിക്കുന്നേ? ഐസോസിലസ്. പറയട്ടെ പിള്ളേരെ, ഐസോസിലസ് ട്രയാങ്കിൾ. അതിന്റെ മലയാളം എന്ന് പറയുന്നത് സമപാർശ്വ ത്രികോണമാണ്. എന്താ പറയുന്നത്? സമപാർശ്വ ത്രികോണം. എന്താ പറയുന്നു? പാർശ്വ ത്രികോണം. ബോർഡിലേക്ക് നോക്കും. അപ്പൊ ഞാനൊരു ട്രയാങ്കിൾ ഒന്ന് റഫ്, നിങ്ങൾ വീട്ടിൽ ചെന്നത് റഫായിട്ടല്ല വരയ്ക്കേണ്ടത്, സ്കെയിലും പെൻസിലും വെച്ച് വരയ്ക്കണം. പക്ഷെ അളവ് എടുക്കണ്ട. എന്ത് വേണ്ട? അളവ് വേണ്ട. സ്കെയിലും പെൻസിലും വെച്ചേ വരയ്ക്കാവും. നോക്കാം. നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കണം. ഈ ട്രയാങ്കിളിന് നമ്മൾ ABC എന്ന് പേര് കൊടുക്കുന്നു. പേര് കൊടുക്കുന്നു ABC. ഈ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ? ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം.
എന്ത് ട്രയാങ്കിൾ ആകണമെങ്കിൽ, എന്ത് ത്രികോണം ആകണമെങ്കിൽ നടക്കുന്നു? ഐസോസിലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണം ആകണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കണം, ഇതിന്റെ രണ്ട് വശങ്ങൾ തുല്യമാകണം. ഇതിന്റെ എത്ര വശം? ഏതെങ്കിലും രണ്ട് വശം തുല്യം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നു, എ സിയും ബി സിയും എങ്ങനെയാണ്? തുല്യമാണ്. ഇങ്ങനെ നമ്മൾ ഇനി അങ്ങോട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ ചിലയിടത്തൊക്കെ ഇങ്ങനെ വരച്ചിടും. ഇങ്ങനെ വരച്ചിട്ടല്ലേ അർത്ഥം? അങ്ങനെ വരച്ചേക്കുന്ന ആ രണ്ട് സൈഡുകൾ, ആ രണ്ട് വശങ്ങൾ എങ്ങനായിരിക്കും? എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നോക്കിക്കേ, ഈ ട്രയാങ്കിളിലെ ഏതൊക്കെ സൈഡുകളാണ് ഈക്വൽ? എ സിയും ബി സിയും. അപ്പൊ മൊത്തം എത്ര സൈഡുണ്ട്? എത്ര വശമുണ്ട്? 3 എണ്ണം. അതിൽ എത്ര പേര് തുല്യം? 2 പേര് തുല്യം. അപ്പൊ നമ്മൾ അതിനെന്ത് വിളിക്കും? ഐസോസിലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണം എന്ന് വിളിക്കും. അപ്പൊ നേരത്തെ പഠിച്ചാണ്ട് വരുന്നത് ഇക്വലാട്രൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം. എന്തുവരുന്നത് അതിന്റെ പ്രത്യേകത? അതിന്റെ 3 സൈഡും ഈക്വൽ ആണ്, 3 ആംഗിളും ഈക്വൽ ആണ്. ഇവിടെ വരുമ്പോഴും 2 സൈഡ് മാത്രമേ ഈക്വൽ ആകുന്നുള്ളൂ. ഇതിന്റെ ആംഗിളിന്, ഇതിന്റെ കോണിനൊരു പ്രത്യേകതയുണ്ട്. പക്ഷെ അത് നമ്മൾ ഈ പാഠത്തിൽ പിന്നീട് അത് പഠിക്കുന്നത് കൊണ്ട് ഞാൻ ഇപ്പൊ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ഇതിന്റെ കൂടെ ഇതിന്റെ ആംഗിളിനൊരു പ്രത്യേകതയുണ്ട്. അത് ഈ പാഠത്തിൽ തന്നെ മറ്റൊരിടത്ത് എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട്. രണ്ടാമത്തെ പിടികിട്ടിയോ? 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 ഓക്കെ. ഇനി മൂന്നാമത്തെ ട്രയാങ്കിൾ എന്താണ് പേര്? എന്താ പേര്? വായിച്ചേ. സ്കെയിലൻ ട്രയാങ്കിൾ. എന്താ പേര്? എന്താ പേര്? സ്കെയിലൻ ട്രയാങ്കിൾ. എന്ത് ട്രയാങ്കിൾ ആണ്? സ്കെയിലൻ ട്രയാങ്കിൾ. ബോർഡിലേക്ക് നോക്കാം. മൂന്നാമത്തെ ട്രയാങ്കിളിന്റെ പേരെന്താണ്? സ്കെയിലൻ ട്രയാങ്കിൾ. എന്താണ്? നോക്കാം. SCALENE. SCALENE. സ്കെയിലൻ ട്രയാങ്കിൾ. മലയാളത്തിൽ പറയും വിഷമ ഭുജ ത്രികോണം. എന്താ പറയും? വിഷമ ഭുജ ത്രികോണം. എന്താ പേര് പറയും? പഠിക്കുമ്പോൾ ഒരു ലിങ്ക് വെച്ച് പഠിക്കണം. ആദ്യം പഠിച്ച ട്രയാങ്കിളിന്റെ പേരെന്തായിരുന്നു? ഇക്വലാട്രൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം. അവിടുത്തെ പ്രത്യേകത 3 sides are equal. 3 വശം തുല്യം. അടുത്ത പഠിച്ചാളുടെ പേര് ഐസോസിലസ്, സമപാർശ്വം. അയാളുടെ പ്രത്യേകത 3 sides are 2 sides are equal. 2 വശങ്ങൾ തുല്യം. അപ്പൊ ഇനിയത്താളുടെ പ്രത്യേകത എന്തുമായിരിക്കും? ചുമ്മാ ആലോചിച്ച് നോക്ക്. ആദ്യത്തേനകത്തിൽ 3 വശം തുല്യം, രണ്ടാമത്തേനകത്ത് 2 വശം തുല്യം. അപ്പൊ ഇതിനടുത്തതിനകത്തിലോ അതങ്ങനെ 1 വശം തുല്യമാകുന്നു. സൈഡും ഡിഫറന്റ് ആകുന്നു. 3 സൈഡും എന്താകുന്നു? 3 കോണം അല്ല 3 സൈഡും വ്യത്യസ്തമായ ട്രയാങ്കിളിന് പറയുന്ന പേരാണ് എന്ത് ട്രയാങ്കിള്? സ്കെയിലൻ ട്രയാങ്കിൾ. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ AB-യും BC-യും AC-യും എങ്ങനല്ല? എങ്ങനല്ല? ഈക്വൽ അല്ല. ഒരാളും മറ്റൊരാളിനോട് എന്തല്ല? ഈക്വൽ അല്ല. 3 സൈഡിന്റെയും ലെങ്ത് 3 സൈഡിന്റെ ലെങ്ത് ഡിഫറന്റ് ആയിരിക്കും. അപ്പൊ ഒന്നുകൂടെ സൈഡ് വെച്ചിട്ട് ട്രയാങ്കിളിനെ എത്രയായി തരംതിരിക്കാം? 3 ആയിട്ട്. ഒന്നാമത്തെ ആളുടെ പേരെന്തായിരുന്നു? ഇക്വലാട്രൽ ട്രയാങ്കിൾ. മലയാളത്തിൽ സമഭുജ ത്രികോണം എന്ന് പറയും. എന്തോ അതിന്റെ പ്രത്യേകത? എല്ലാ സൈഡും ഈക്വൽ, എല്ലാ ആംഗിളും ഈക്വൽ. ഓരോന്നും എത്ര ഡിഗ്രി വെച്ച്? 60 ഡിഗ്രി. രണ്ടാമത്തെ പ്രത്യേകത, രണ്ടാമത്തെ പേരെന്തായിരുന്നു? ഐസോസിലസ്, സമപാർശ്വം. എന്താ അതിന്റെ പ്രത്യേകത? അതിന്റെ 2 സൈഡ് ഈക്വൽ. ആംഗിളിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഈ പാഠത്തിൽ പഠിക്കുന്നത് കൊണ്ട് അന്നേരം നമുക്ക് പറയാം. ഓക്കെ. അടുത്ത ആളുടെ പേര് സ്കെയിലൻ ട്രയാങ്കിൾ. എന്താണ് പ്രത്യേകത? 3 sides are 3 സൈഡുകളും ഡിഫറന്റ് ആകുന്നു. 3 സൈഡുകളും ഡിഫറന്റ് ആകുന്നു. ഓൾ സ്റ്റാൻഡ് പത്രം ഒന്ന് വായിച്ചു നോക്കി. ഇപ്പൊ നമ്മൾ പഠിച്ചത് ട്രയാങ്കിളിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്, ത്രികോണങ്ങളുടെ തരംതിരിവാണ്. എന്ത് വെച്ചുകൊണ്ട്?
എന്ത് വെച്ചുകൊണ്ട്? എന്ത് വെച്ചുകൊണ്ട്? ഇപ്പൊ പഠിച്ച ക്ലാസിഫിക്കേഷൻ എന്ത് വെച്ചോണ്ടുള്ള ക്ലാസിഫിക്കേഷനാ? സൈഡ് വെച്ചു. ട്രയാങ്കിളിന് സൈഡ് മാത്രമല്ലല്ലോ ഉള്ളത്, എന്തുകൊണ്ട്? ആംഗിളും ഉണ്ട്, കോണും ഉണ്ട്. ത്രികോണത്തിന് വശം മാത്രമല്ല ഉള്ളത്, എന്തുകൊണ്ട്? കോണുണ്ട്. ആ കോണ് വെച്ചിട്ട് ആ ആംഗിൾ വെച്ചിട്ടും നമുക്ക് ട്രയാങ്കിളിനെ എന്ത് ചെയ്യാൻ പറ്റും? തരംതിരിക്കാൻ പറ്റും. അടുത്ത ഹെഡിങ് കണ്ടോ, വായിച്ചാട്ടെ. ഓൺ ദ ബേസിസ് ഓഫ് ആംഗിൾസ്. ഓൺ ദ ബേസിസ് ഓഫ് ആംഗിൾ. അപ്പൊ ആംഗിൾ വെച്ചുകൊണ്ട് നമ്മൾ ട്രയാങ്കിളിനെ തരംതിരിക്കാൻ പോകണം. എല്ലാരും ബോർഡിലേക്ക് നോക്കിക്കേ. എന്ത് വെച്ചോ നമ്മൾ ട്രയാങ്കിളെ തരംതിരിക്കാൻ പോവാ? ആംഗിൾ വെച്ചോണം. അതിലൊന്നാമത്തെ പേരാണ് അക്യൂട്ട്. എന്താണ്? അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ. എന്താ പേര്? അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ. അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ അല്ലെങ്കിൽ അക്യൂട്ട് ട്രയാങ്കിൾ എന്ന് പറയും. എന്താ പറയും? അക്യൂട്ട് ട്രയാങ്കിൾ. നോക്ക്, അതിന്റെ മലയാളം പേര് ന്യൂന ത്രികോണം എന്നാണ്. എന്താണ്? ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. 5ാം ക്ലാസ്സിലാണ് നിങ്ങൾ ആംഗിളിനെ കുറിച്ച് പഠിച്ചു തുടങ്ങി. അപ്പൊ അവിടെ ആംഗിൾ പഠിച്ചപ്പോ സാറന്മാര് പറഞ്ഞു പ്രധാനമായിട്ടും കണക്കിൽ 3 തരത്തിലുള്ള ആംഗിളുകളാണുള്ളത്. ഏതൊക്കെയാ? ഒന്ന് അക്യൂട്ട് ആംഗിൾ, മലയാളത്തിൽ ന്യൂനകോണം എന്ന് പറയും. 2 റൈറ്റ് ആംഗിൾ, മട്ടകോൺ. 3 ഒബ്റ്റ്യൂസ് ആംഗിൾ, ബൃഹത് കോൺ. നമുക്ക് ഓരോന്ന് നോക്കാം. എന്താണ് ഈ അക്യൂട്ട് ആംഗിൾ അഥവാ ന്യൂനകോണം എന്ന് പറഞ്ഞാൽ അർത്ഥം? അതറിയാമെങ്കിൽ അത് ട്രയാംഗിളോട്ട് അങ്ങ് പറഞ്ഞാൽ മതി. അക്യൂട്ട് ആംഗിൾ, ന്യൂനകോണം എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു കോണിന്റെ ഒരാംഗിളിന്റെ മെഷർമെന്റ് 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അക്യൂട്ട് ആംഗിൾ, ന്യൂനകോൺ എന്ന് പറയും. ഒന്നുകൂടെ. എന്താണ്? ഒരാംഗിളിന്റെ, ഒരു കോണിന്റെ മെഷർമെന്റ് അളവ് എത്രനേക്കാൾ കുറവാണെങ്കിൽ, 90 ഡിഗ്രിയേക്കാൾ 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അക്യൂട്ട് ആംഗിൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്തായിരിക്കും അക്യൂട്ട് ആംഗിൾഡ് ട്രയാംഗിൾ അഥവാ അക്യൂട്ട് ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ അർത്ഥം? അക്യൂട്ട് ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അപ്പൊ അതിന്റെ അർത്ഥം? അതുകൊണ്ട് നമ്മളൊരു ട്രയാംഗിൾ എടുക്കുന്നു. ആ ട്രയാംഗിളിന്റെ പേര് ABC എന്ന് കൊടുക്കുന്നു. ഇതിലെ ആംഗിളുകൾ ആരൊക്കെയാ? എയും ബിയും സിയും. ഇവരോരോരുത്തരും എത്രനേക്കാൾ കുറവാണെങ്കിൽ, ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി, ഇവരെല്ലാവരും എത്രനേക്കാൾ കുറവാണെങ്കിൽ, 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ അത്തരം ട്രയാംഗിളിനെ വിളിക്കുന്ന പേരാണ് അക്യൂട്ട് ആംഗിൾഡ് ട്രയാംഗിൾ എന്നോ അല്ലെങ്കിൽ അക്യൂട്ട് ട്രയാംഗിൾ എന്നോ വിളിക്കും. ഒന്നുകൂടെ ആദ്യം പഠിക്കേണ്ടത് എന്താണ് അക്യൂട്ട് ആംഗിൾ? ന്യൂനകോൺ. എന്തുവായിരുന്നു അക്യൂട്ട് ആംഗിൾ? എന്തുവായിരുന്നു? ഒരു കോണിന്റെ, ഒരാംഗിളിന്റെ മെഷർമെന്റ് അളവ് എത്രനേക്കാൾ കുറവാണെങ്കിൽ, 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? അക്യൂട്ട് ആംഗിൾ, ന്യൂനകോൺ എന്ന് വിളിക്കും. അപ്പൊ അക്യൂട്ട് ആംഗിൾ ട്രയാംഗിൾ ന്യൂന ത്രികോണം എന്ന് പറഞ്ഞാൽ എന്തു അർത്ഥം? ഒരു ട്രയാംഗിളിലെ, ഒരു ത്രികോണത്തിലെ 3 കോണുകളും 3 ആംഗിളുകളും എത്രനേക്കാൾ കുറവായാൽ, 90നേക്കാൾ കുറവായാൽ അതിനെ വിളിക്കുന്ന പേരാണ് അക്യൂട്ട് ട്രയാംഗിൾ എന്നോ അല്ലെങ്കിൽ അക്യൂട്ട് ആംഗിൾഡ് ട്രയാംഗിൾ എന്നോ വിളിക്കും. നോക്കിക്കേ, നോട്ടിൽ എഴുതിയിരിക്കുന്നു, വായിച്ചു നോക്കിക്കേ. നോട്ടിൽ എഴുതി. അടുത്ത ട്രയാംഗിളിന്റെ പേരാണ് റൈറ്റ് ട്രയാംഗിൾ. എന്താണ് റൈറ്റ് ട്രയാംഗിൾ? എന്താ പേര്? നോക്കാം. ഇത് ഇനി അങ്ങോട്ടുള്ള പല ക്ലാസ്സുകളിലും നമുക്ക് വളരെ വളരെ ആവശ്യമുള്ള ഒരു ട്രയാംഗിൾ ആണ്. ഏത്?
റൈറ്റ് ട്രയാങ്കിൾ. മീരെ എല്ലാവരും കൂടെ ശ്രദ്ധിച്ചിരിക്കാം. എന്താ ട്രയാങ്കിളിന്റെ പേര്? റൈറ്റ് ട്രയാങ്കിൾ. RIGHT, റൈറ്റ് ട്രയാങ്കിൾ. മലയാളത്തിൽ അതിന് പറയുന്ന പേരാണ് മട്ടത്രികോണം എന്ന് പറയും. എന്താ പറയും? എന്താ പറയും? എന്താ പറയും? മട്ടത്രികോണം. എന്താണ്? ബോർഡിലേക്ക് ശ്രദ്ധിച്ചിരിക്കും. എന്താണ് റൈറ്റ് ആംഗിൾ? മട്ടകോൺ. 5ാം ക്ലാസ് പഠിച്ചതാ. ഒരു ആംഗിളിന്റെ മെഷർമെന്റ്, ഒരു കോണിന്റെ അളവ് 90 ഡിഗ്രി ആയാൽ, 90 ഡിഗ്രി ആയാൽ അതിനെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾ ഇത് വിളിക്കുന്നു മലയാളത്തിൽ മട്ടകോൺ എന്ന് വിളിക്കും. അപ്പൊ എന്തായിരിക്കും റൈറ്റ് ട്രയാങ്കിൾ മട്ട ത്രികോണം എന്ന് പറഞ്ഞാൽ? എന്ന് പറയുന്നില്ല. ഒരു ട്രയാങ്കിളിലെ, ഒരു ത്രികോണത്തിലെ ഒരു കോണിന്റെ അളവ്, ഒരു ആംഗിളിന്റെ മെഷർമെന്റ് എത്ര ഡിഗ്രി ആയാൽ? 90 ഡിഗ്രി ആയാൽ. ഈ പടത്തിനകത്തിൽ ആംഗിൾ ബി എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. 90 ഡിഗ്രി ആയാൽ അതിനെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ട്രയാങ്കിൾ. എന്താ വിളിക്കുന്നു? അപ്പൊ ഒന്നുകൂടെ, ഒരു ത്രികോണത്തിലെ, ഒരു ട്രയാങ്കിളിലെ ഒരു കോണിന്റെ അളവ്, ഒരു ആംഗിളിന്റെ മെഷർമെന്റ് എത്ര ഡിഗ്രി ആയാൽ? 90 ഡിഗ്രി ആയാൽ, 90 ഡിഗ്രി ആയാൽ അതിനെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ട്രയാങ്കിൾ മട്ടത്രികോണം. പടം കറക്റ്റ് ആണോ നോക്കിക്ക്. പടം കറക്റ്റ് ആണോ? ഓക്കെ. ഇനി ആംഗിൾ വെച്ചുകൊണ്ട് ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ ആളിന്റെ പേരാണ് ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ. എന്തോ മൂന്നാമത്തെ ആളിന്റെ പേര്? ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ. എന്താണ്? മലയാളത്തിൽ പറയും ബൃഹത് ത്രികോണം എന്ന് പറയും. എന്താ പറയും? ബൃഹത് ത്രികോണം. ബൃഹത് ത്രികോണം എന്ന് പറയും. നോക്കിക്കോളൂ, നിങ്ങൾ 5ലും 6ലും 7ലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ? ബൃഹത് കോൺ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയേക്കാൾ കൂടുതലുള്ള ആംഗിളിന് പറയുന്ന പേരാണ് ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ, ബൃഹത് കോൺ എന്ന് പറയും. അപ്പൊ എന്താണ് ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ അഥവാ ബൃഹത് ത്രികോണം എന്ന് പറഞ്ഞാൽ? ഒരു ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിലെ ഒരു ആംഗിളിന്റെ മെഷർമെന്റ്, ഒരു കോണിന്റെ അളവ് 90 ഡിഗ്രിയേക്കാൾ കൂടുതലായാൽ, ഈ പടത്തിൽ നോക്കിയിട്ട് ഏത് ആംഗിളിന്റെ വിലയാണ് 90നേക്കാൾ കൂടുതൽ വരുന്നത്? ഏത് അക്ഷരത്തിൽ ഉണ്ടാകുന്ന ആംഗിളാണ് 90നേക്കാൾ കൂടുതൽ വരുന്നത്? ACU. ആംഗിളിന്റെ പേരാ ചോദിച്ചാൽ. ആംഗിള് ഈ എയിൽ ഉണ്ടാകുന്ന ആംഗിൾ എത്രനേക്കാൾ കൂടുതലാണ്? 90നേക്കാൾ കൂടുതൽ. എത്രനേക്കാൾ കൂടുതലാണ്? അപ്പൊ നമുക്ക് എഴുതി വെക്കാം, ആംഗിൾ എ എത്രനേക്കാൾ കൂടുതൽ? ഇങ്ങനെ സിമ്പിൾ കണ്ടിട്ടുണ്ടോ? കണ്ടില്ല? എങ്ങനെ വായിക്കുന്നേ? ആംഗിൾ എ, ആംഗിൾ എ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ആംഗിൾ എയുടെ വില എത്രനേക്കാൾ വലുതാണ്? 90നേക്കാൾ വലുതാണ്. എത്രനേക്കാൾ വലുതാണ്? അപ്പൊ ഒരു ട്രയാങ്കിളിലെ, ഒരു ത്രികോണത്തിലെ ഒരു കോണിന്റെ അളവ്, ഒരു ആംഗിളിന്റെ മെഷർമെന്റ് എത്രനേക്കാൾ കൂടുതലാണെങ്കിൽ, 90നേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്ന് വിളിക്കും. അപ്പൊ ആംഗിൾ വെച്ചുകൊണ്ട് ട്രയാങ്കിളിനെ നമുക്ക് എത്രയായി തിരിക്കാം? 3ആയിട്ട്. ഏതൊക്കെ? അതുകൊണ്ട് അക്യൂട്ട് ട്രയാങ്കിൾ 2, റൈറ്റ് ട്രയാങ്കിൾ 3. എന്തുവായിരുന്നു അക്യൂട്ട് ട്രയാങ്കിൾ എന്ന് പറഞ്ഞ അർത്ഥം? ഒരു ട്രയാങ്കിളിലെ, ഒരു ത്രികോണത്തിലെ എല്ലാ കോണുകളും, എല്ലാ ആംഗിളുകളും എത്രനേക്കാൾ ചെറുതായിരിക്കണം? 90യേക്കാൾ ചെറുതായിരിക്കണം. ഓക്കെ. രണ്ടാമത്തെ ആളുടെ പേര് റൈറ്റ് ട്രയാങ്കിൾ. എന്തുവരുന്ന റൈറ്റ് ട്രയാങ്കിൾ? ഒരു ത്രികോണത്തിലെ, ഒരു ട്രയാങ്കിളിലെ ഒരു കോണിന്റെ അളവ്, ഒരു ആംഗിളിന്റെ മെഷർമെന്റ് എത്ര ഡിഗ്രി ആകുന്നു? 90 ഡിഗ്രി ആകുന്നു. ഓക്കെ. മൂന്നാമത്തെ ആളുടെ പേരെന്താണ്?
ഒറ്റ്യൂസ് ട്രയാങ്കിൾ, ബൃഹത് ത്രികോണം. എന്ത് വരുന്നത്? ഒരു ട്രയാങ്കിളിലെ ഒരു ത്രികോണത്തിലെ ഒരു കോണിന്റെ അളവ്, ഒരു ആംഗിളിന്റെ മെഷർമെന്റ് എത്രനേക്കാൾ കൂടുതൽ വരുന്നു? 90-നേക്കാൾ കൂടുതൽ വരുന്നു. ഒന്നും മനസ്സിലായില്ലല്ലോ? മനസ്സിലായി? ഓൾ സ്റ്റാൻഡപ്പ്. ഇന്ന് പഠിപ്പിച്ച അത്രയും കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ.